ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. PK ബാലകൃഷ്ണൻ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം. ചരിത്ര ഗവേഷകൻ, നിരൂപകൻ, പത്രപ്രവർത്തകൻ, നോവലിസ്റ്റ് എന്നീ നിലകളിലെല്ലാം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച PK ബാലകൃഷ്ണൻ ഒരു സ്വതന്ത്ര ചിന്തകനായിരുന്നു. ശ്രീനാരായണ ഗുരു, സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയവരുടെ വ്യക്തിത്വം അദ്ദേഹത്തിന്റെ പിൻകാല ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചവയായിരുന്നു. എടവനക്കാട് ഇക്ബാൽ സ്മാരക വായനശാല സംഘടിപ്പിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന PK ബാലകൃഷ്ണൻ ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് പുസ്തക പ്രസാധകനും വാഗ്മിയുമായ ഷാജി ജോർജ് സംസാരിക്കുകയായിരുന്നു. എന്ന് പറയുന്ന ദാർശനികനായ, തത്വചിന്തകനായ, ചരിത്രബോധമുള്ള, സാഹിത്യ മനസ്സുള്ള ഒരു എഴുത്തുകാരൻ്റെ 100ാം ജന്മവാർഷികമാണ് നമ്മൾ ആചരിക്കാൻ തുടങ്ങുന്നത്. 1926 അദ്ദേഹം എടവനക്കാട് ജനിച്ചു എന്നാണ് കാണുന്നത്. കൊച്ചി രാജ്യത്ത് മലയാളം പരീക്ഷയിൽ സ്വർണ്ണ മെഡലോടുകൂടി SSLC പാസ്സായ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാകും ഈ ദിവസം വിദ്യാർത്ഥികൾക്ക് സമ്മാനം കൊടുക്കാൻ ഇവർ തീരുമാനിച്ചത്. സ്വർണ്ണ മെഡലോടുകൂടി പഠിച്ചിട്ടാണ് അദ്ദേഹം BA ഉന്നത ബിരുദത്തിനായി മഹാരാജാസ് കോളേജിൽ പ്രവേശിക്കാൻ. PKയുടെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിന്റെ പുനർവായന ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം TR വിനോയ് കുമാർ നടത്തി. വായനശാല പ്രസിഡന്റ് ബേസിൽ മുക്കത്ത് അധ്യക്ഷത വഹിച്ചു. വായനോത്സവം, പെയിന്റിംഗ് മത്സര വിജയികൾക്ക് സമ്മാനവും വിതരണം ചെയ്തു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഷൈല രാജീവ്, ഹാലിസ ഫാത്തിമ എന്നിവരെ ആദരിച്ചു. അഡ്വക്കേറ്റ് PN തങ്കരാജ്, ദാസ് കോമത്ത്, നാസർ ബാബു മംഗലത്ത്, സാബു PB, സരസൻ എടവനക്കാട്, VS ഗിരീശൻ, PP സജീവ്, പ്രശോഭ് ഞാവേലി, ഓമന സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ചേർന്ന് ഒരു ഗ്രന്ഥശാല പ്രസ്ഥാനം ഉടലെടുക്കാനായിട്ട് പരിശ്രമിക്കുകയും അത് കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത് അത് പ്രത്യേകത ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലഘട്ടമുണ്ട്. ആ വായനശാലകൾക്കെല്ലാം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരാണ് ഉള്ളത്. ഇവിടുത്തെ ആളുകൾ ആലോചിച്ചു കഴിഞ്ഞപ്പോൾ ഇക്ബാൽ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തെ പറ്റി കേൾക്കണോട്ടാ. മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്ന ഒരു മഹാകവി ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, വൈപ്പിൻ.